ഫിറ്റ്. നമുക്കിന്ന് നോക്കാനുള്ളത് ലെയ്ത്തിലെ ടൂൾ മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ടൂൾ മെറ്റീരിയൽസ്. പ്രധാനമായിട്ടും ഫെറസ് ടൂൾ മെറ്റീരിയൽസ്, നോൺ ഫെറസ് ടൂൾ മെറ്റീരിയൽസ്, നോൺ മെറ്റാലിക് ടൂൾ മെറ്റീരിയൽസ് എന്നിങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ടൂൾ മെറ്റീരിയൽസിനെ. അതിൽ ഫെറസ് ടൂൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അയൺ കണ്ടന്റ് ആയിരിക്കും ചീഫ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ ഒക്കെ ഈ ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. പിന്നെ നോൺ ഫെറസ് ടൂൾ മെറ്റീരിയൽസ് അതിലെന്ന് പറയുന്നത് അയണിൻ്റെ കണ്ടന്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് അലോയിങ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ടങ്സ്റ്റൻ, വനേഡിയം, മൊളിബ്ഡിനം ഇവയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. സ്റ്റെലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പം നോൺ ഫെറസ് ടൂൾ മെറ്റീരിയൽസിന് എക്സാമ്പിളായിട്ട് സ്റ്റെലൈറ്റും കാർബൈഡും പഠിച്ചു വെച്ചേക്കണം. ഇതിൽ ഏതാണ് ഫെറസ് ടൂൾ മെറ്റീരിയൽ, നോൺ ഫെറസ് ടൂൾ മെറ്റീരിയൽ, നോൺ മെറ്റാലിക് എന്നുള്ള രീതിയിൽ വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ കാർബൈഡ്സ് എന്ന് പറയുന്നത് നോൺ ഫെറസ് ടൂൾ മെറ്റീരിയലാണ്. അതുണ്ടാക്കുന്നത് പൗഡർ മെറ്റലർജി ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൗഡർ മെറ്റലർജി വഴി ഉണ്ടാക്കുന്ന ടൂൾ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കും. കാർബൈഡാണ്. ഓക്കെ, കാർബണും ടങ്സ്റ്റണും ആണ് ഇവിടുത്തെ അലോയിങ് എലമെൻറ്റ്. പിന്നെ നോൺ മെറ്റാലിക് ടൂൾ മെറ്റീരിയൽ, അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, നോൺ മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെറാമിക്സും ഡയമണ്ടും ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഈസ്റ്റ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. ഇപ്പം നമ്മൾ ആദ്യ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൈ കാർബൺ സ്റ്റീലാണ്. ഓക്കെ, കട്ടിംഗ് ടൂളായിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്തത് ഹൈ കാർബൺ സ്റ്റീലാണ്. അതെന്തുകൊണ്ടാണ് ഒഴിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ റെഡ് ഹാർഡ്നെസ്, അതായത് ഒരു എലിവേറ്റിംഗ് ടെമ്പറേച്ചറിൽ അതിൻ്റെ ഹാർഡ്നെസ് നഷ്ടമാകുന്നു. അതിനാണ് റെഡ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. റെഡ് ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേറ്റിംഗ് ടെമ്പറേച്ചറിൽ ഹാർഡ്നെസ് കീപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ഹൈ കാർബൺ സ്റ്റീലിന് അത് പുവറാണ്. ഓക്കെ, പിന്നെ ഇറ്റ്സ് ലോസസ് ഈസ് കട്ടിംഗ് എഫിഷ്യൻസി വെരി ക്വിക്ലി, പെട്ടെന്ന് തന്നെ അതിൻ്റെ കട്ടിംഗ് എഫിഷ്യൻസി കുറയുന്നു. ബൈ ആഡിങ് അലോയിങ് എലമെൻറ്റ്സ് ലൈക്ക് ടങ്സ്റ്റൻ, ക്രോമിയം ആൻഡ് വനേഡിയം ടു ഹൈ കാർബൺ സ്റ്റീൽ നമുക്ക് HSS കിട്ടും. ഓക്കെ, HCSൽ ടങ്സ്റ്റൻ, ക്രോമിയം, വനേഡിയം അതിൻ്റെ അളവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18, 4, 1. അത് ഓർത്ത് വെച്ചേക്കുക, എപ്പോഴും PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ആ അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഹൈ സ്പീഡ് സ്റ്റീൽ കിട്ടുന്നത്. ഇറ്റ്സ് റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി ഈസ് മോർ ദാൻ ഹൈ കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീലിനെ കാട്ടി കൂടുതലാണ് ഇതിൻ്റെ റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സോളിഡ് ടൂൾസ്, ബ്രേസ്ഡ് ടൂൾസ് ആസ് ഇൻസെർട്ടഡ് ബിറ്റ്സ്. ഇതെന്ന് പറയുന്നത് ഒരൊറ്റ പീസായിട്ട് സോളിഡ് ടൂളായിട്ടോ അല്ലെങ്കിൽ ബ്രേസ്ഡ് ടൂൾ ഒരു സ്ഥലത്ത് ഒരു ടിപ്പിൽ ബ്രേസ് ചെയ്ത് വെച്ച രീതിയിലോ അല്ലെങ്കിൽ ഇൻസെർട്ടഡ് ബിറ്റായിട്ട് നമുക്കെടുത്ത് യൂസിന് ശേഷം വലിച്ചെറിയാവുന്ന രീതിയിലോ നമുക്കിതുണ്ടാക്കാം. ഇത് കോസ്റ്റ്ലിയർ ആണ് ഹൈ കാർബൺ സ്റ്റീലിനെ അപേക്ഷിച്ച്. ഓക്കെ, പിന്നെ കാർബൈഡ് കട്ടിംഗ് ടൂൾസ് ഇതെന്ന് പറയുന്നത് റീറ്റെയിൻ ദെയർ ഹാർഡ്നെസ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ദെയർ കട്ടിംഗ് എഫിഷ്യൻസി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പം ഹൈ സ്പീഡ് സ്റ്റീലിനെ കാട്ടി കട്ടിംഗ് എഫിഷ്യൻസി കൂടുതൽ കാർബൈഡ് ടൂളിനാണെന്ന് ഓർക്കുക. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രിട്ടിൽനെസ്സും കോസ്റ്റും കാരണം കാർബൈഡ് ടൂള് നമ്മൾ ഒരിക്കലും സോളിഡ് ആയിട്ട് ഉണ്ടാകത്തില്ല, ഒരു സിംഗിൾ പീസായിട്ട് ഉണ്ടാക്കത്തില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബ്രേസ്ഡ് ടൂൾ ബിറ്റ്. ഒരു സ്ഥലത്ത് ബ്രേസ് ചെയ്ത രീതിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ത്രോ അവേ ടൂൾ ബിറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻസെർട്ടഡ് ബിറ്റായിട്ടോ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൂൾ മെറ്റീരിയൽ എന്ന് നമുക്കറിയാനുള്ളത്. പിന്നെ ഒരു കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, മെയിൻലി നമുക്ക് ഒരു കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം? ഒന്ന് ഹാർഡ്നെസ് ഉണ്ടായിരിക്കണം, അത് ടഫ്നെസ് ഉണ്ടായിരിക്കണം. അതിൽ തന്നെ മെറ്റൽ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് കട്ടിംഗ്. ദീസ് മെറ്റീരിയൽസ് മസ്റ്റ് ബി സ്ട്രോങ്ങർ ആൻഡ് ഹാർഡർ ആയിരിക്കണം, ഹാർഡർ ആയിരിക്കണം ദാൻ ദ മെറ്റീരിയൽ ടു ബി കട്ട്. നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെ അപേക്ഷിച്ച് സ്ട്രോങ്ങറും ഹാർഡറും ആയിരിക്കണം നമ്മുടെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദേ മസ്റ്റ് ബി സഫിഷ്യൻ്റ്ലി ടഫ് ടു റെസിസ്റ്റ് ഷോക്ക് ലോഡ്സ് ദാറ്റ് റിസൾട്ട് ഡ്യൂറിങ് കട്ടിംഗ് ഓപ്പറേഷൻ. കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഷോക്ക് ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ സഫിഷ്യൻ്റ്ലി ടഫും ആയിരിക്കണം കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ. ദേ മസ്റ്റ് ഹാവ് ഗുഡ് റെസിസ്റ്റൻസ് ടു അബ്രേഷൻ ആൻഡ് റീസണബിൾ ടൂൾ ലൈഫ്. ഓക്കെ, അതെന്ന് പറയുന്നത് അബ്രേഷൻ റെസിസ്റ്റൻസ് ആയിരിക്കണം, ടൂൾ ലൈഫും ഉണ്ടായിരിക്കണം. 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് 1 കോൾഡ് ഹാർഡ്നെസ്, 2 റെഡ് ഹാർഡ്നെസ്, 3 ടഫ്നെസ്. കോൾഡ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിൽ ഹാർഡ്നെസ് പ്രോസസ് ചെയ്യാനുള്ള ആ മെറ്റീരിയലിൻ്റെ കഴിവിനെയാണ് കോൾഡ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹാർഡ്നെസ് പ്രോസസ്ഡ് ബൈ എ മെറ്റീരിയൽ അറ്റ് നോർമൽ ടെമ്പറേച്ചർ. ഹാർഡ്നെസ് ഈസ് ദ പ്രോപ്പർട്ടി പ്രോസസ്ഡ് ബൈ എ മെറ്റീരിയൽ വിച്ച് ഇറ്റ് ക്യാൻ കട്ട് അതർ മെറ്റൽസ് ആൻഡ് ഹാസ് ദ എബിലിറ്റി ടു സ്ക്രാച്ച് ഓൺ അതർ മെറ്റൽസ്. അത് ഹാർഡ്നെസ്സിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ഇറ്റ് ക്യാൻ കട്ട് അതർ മെറ്റൽസ്, അതർ മെറ്റൽസിനെ കട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ എന്താണ്, അതർ മെറ്റൽസിൽ സ്ക്രാച്ച് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ വെൻ ഹാർഡ്നെസ് ഇൻക്രീസസ് ബ്രിട്ടിൽനെസ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് എ മെറ്റീരിയൽ വിച്ച് ഈസ് ഹാവിംഗ് ടു മച്ച് ഓഫ് കോൾഡ് ഹാർഡ്നെസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ മാനുഫാക്ചർ ഓഫ് കട്ടിംഗ് ടൂൾസ്. ഓക്കെ. കോൾഡ് ഹാർഡ്നെസ് കൂടുതലുള്ള മെറ്റീരിയൽസ് നമുക്ക് കട്ടിംഗ് ടൂൾ ഉണ്ടാക്കാനായിട്ട് നോട്ട് സൂട്ടബിൾ ആണ്. കാരണം ഹാർഡ്നെസ് കൂടാൻ നേരത്ത് അതിൻ്റെ ബ്രിട്ടിൽനെസ്സും കൂടും. അപ്പോൾ ടൂൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെഡ് ഹാർഡ്നെസ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ടൂൾ മെറ്റീരിയൽ ടു റീറ്റെയിൻ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് കോൾഡ് ഹാർഡ്നെസ് ഈവൻ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. വെരി ഹൈ ടെമ്പറേച്ചറിലും അതിൻ്റെ ഹാർഡ്നെസ് കീപ്പ് ചെയ്യാനുള്ള ആ ടൂൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എബിലിറ്റിയാണ് റെഡ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് മെഷീനിങ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക്, ടൂൾ ആൻഡ് ചിപ്പ്, ഹീറ്റ് ഈസ് ജനറേറ്റഡ്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യാൻ നേരത്ത് ടൂളും വർക്കുമായിട്ടോ ടൂളും ചിപ്പുമായിട്ടോ ഫ്രിക്ഷൻ ഉണ്ടാകാൻ നേരത്ത് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ഹാർഡ്നെസ് ലോസ് ചെയ്യും. ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി ടു കട്ട് ഡിമിനിഷസ്. അപ്പോൾ എന്ത് സംഭവിക്കും, അത് കട്ട് ചെയ്യാനുള്ള അതിൻ്റെ എഫിഷ്യൻസി കുറയും. ഇഫ് എ ടൂൾ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് കട്ടിംഗ് എഫിഷ്യൻസി ഈവൻ വെൻ ദ ടെമ്പറേച്ചർ ഡ്യൂറിങ് കട്ടിംഗ് ഇൻക്രീസസ് ദെൻ ദാറ്റ് മെറ്റൽ പോസസ് ദ പ്രോപ്പർട്ടി ഓഫ് റെഡ് ഹാർഡ്നെസ്. അതായത് റെഡ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇപ്പം ടൂള് കട്ടിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചറിലും ആ കട്ടിംഗ് പ്രോപ്പർട്ടി നിലനിർത്തുന്നതിനാണ് റെഡ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടഫ്നെസ് ആണ്. ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ മെറ്റീരിയലിൻ്റെ കഴിവിനെയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി പോസസ്ഡ് ബൈ എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് സഡൻ ലോഡ് ദാറ്റ് റിസൾട്ട്സ് ഡ്യൂറിങ് മെറ്റൽ കട്ടിംഗ്. മെറ്റൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സഡൻ ലോഡ് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഈസ് ടേംഡ് ആസ് ടഫ്നെസ്. ദിസ് വിൽ അവോയ്ഡ് ദ ബ്രേക്കേജ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. അപ്പോൾ ഒരു കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജിൻ്റെ ബ്രേക്കേജിനെ ഇത് തടയും. പോയിന്റ്സ് ടു ബി നോട്ടഡ് വെൻ സെലക്ടിങ് എ ടൂൾ മെറ്റീരിയൽ. ഇപ്പം നമുക്ക് കണ്ടീഷൻ ആൻഡ് ഫോം ഓഫ് മെറ്റീരിയൽ ടു ബി മെഷീൻഡ്. ഒരു മെഷീൻ ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണെന്ന് നോക്കുക, ഏത് കണ്ടീഷനിലാണ് മെഷീൻ ചെയ്യേണ്ടതെന്ന് നോക്കുക, മെറ്റീരിയൽ ടു ബി മെഷീൻഡ്. ഓക്കെ. കണ്ടീഷൻ ഓഫ് ദ മെഷീൻ ടൂൾ അവൈലബിൾ, ഏത് മെഷീൻ ടൂളിലാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കണ്ടീഷൻ നോക്കുക. ടോട്ടൽ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻവോൾവ്, മാസ് പ്രൊഡക്ഷൻ ആണോ ആ രീതിയിൽ നോക്കുക. ഡയമെൻഷണൽ ആക്യുറസി റിക്വയർഡ്, ഡയമെൻഷണൽ ആക്യുറസി വേണ്ട എത്രയാണെന്ന് നോക്കണം. ക്വാളിറ്റി ഓഫ് സർഫസ് ഫിനിഷ്, എമൗണ്ട് ഓഫ് കൂളൻ്റ് അപ്ലൈഡ് ആൻഡ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ, പിന്നെ സ്കിൽ ഓഫ് ദ ഓപ്പറേറ്റർ, അത് യൂസ് ചെയ്യുന്ന ആളുടെ സ്കില്ല്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് എന്ന് നമുക്ക് അറിയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആംഗിൾ ഓഫ് ലേത്ത് കട്ടിംഗ് ടൂൾസ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു വെഡ്ജിങ് ആക്ഷൻ മൂലമാണ് ലേത്ത് ടൂള് ഒരു കട്ടിംഗ് ആക്ഷൻ അവിടെ നടക്കുന്നതെന്നാണ്. ഓക്കെ. പിന്നെ വെഡ്ജ് ഷേപ്ഡ് കട്ടിംഗ് എഡ്ജ് ഹാസ് ടു പെനട്രേറ്റ് ഇൻ ദ വർക്ക് ആൻഡ് റിമൂവ് ദ മെറ്റൽ. ഓക്കെ. അപ്പോൾ ഒരു വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജുള്ള അത് നമ്മുടെ വർക്കിലേക്ക് പെനട്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് മെറ്റലിന് റിമൂവ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പെൻസിലിൻ്റെയും ബ്ലേഡിൻ്റെയും ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ബ്ലേഡിൽ ഒരു പെൻസിൽ നമ്മൾ ചെത്താൻ നേരത്ത് ജസ്റ്റ് ഒരു ക്ലിയറൻസ് കൊടുക്കും അവിടെ. ഓക്കെ. ആ ക്ലിയറൻസ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലേഡ് സ്ലൈഡ്സ് അലോങ് ദ പെൻസിൽ വിത്തൗട്ട് കട്ടിങ്. ഓക്കെ. അപ്പോൾ ഒരു ക്ലിയറൻസ് ആംഗിളിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ക്ലിയറൻസ് ആംഗിൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ കട്ടിങ് നടക്കത്തില്ല, സ്ലൈഡ് ചെയ്ത് പോകും. അതുപോലെ തന്നെയാണ് ഈ കട്ടിംഗ് ടൂളിൻ്റെ കാര്യത്തിൽ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഫിഗർ കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ക്ലിയറൻസ് ആംഗിൾ കൊടുത്തിട്ടുണ്ട്, അപ്പം പ്രോപ്പറായിട്ട് കട്ടിങ് നടക്കുന്നു. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ പെൻസിൽ എന്ന് പറയുന്ന ഒരു വുഡ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളൊരു വേറൊരു മെറ്റൽ എടുക്കുന്നു, സോഫ്റ്റ് മെറ്റൽ എടുക്കുന്നു, ഒരു ബ്രാസ് കട്ട് ചെയ്യണം നമുക്ക്. അതിനായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഈ ബ്ലേഡ് ഷാർപ്പൻ ചെയ്തിട്ട് ഇതിൽ കട്ടിങ് കൊടുക്കാൻ നേരത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ ബ്ലേഡിൻ്റെ കട്ടിങ് എഡ്ജ് ഉണ്ടല്ലോ, ബ്ലേഡിൻ്റെ കട്ടിങ് എഡ്ജ് ബ്ലെൻഡ് ആയി പോകും. ഓക്കെ. അപ്പോഴാണ് നമ്മൾ അവിടെ ടൂൾ ആംഗിൾ അല്ലെങ്കിൽ വെഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞ ഒരു കേസ് കൊണ്ടുവരുന്നത്. ക്ലിയറൻസ് ആംഗിൾ മാത്രമല്ല, ഇപ്പോൾ ഒരു കട്ടിങ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ കട്ടിങ് എഡ്ജ് ലെസ് അക്യൂട്ട് ആംഗിൾ ടു ഗീവ് ഗ്രേറ്റർ സ്ട്രെങ്ത്. ഓക്കെ. ഒരു ഗ്രേറ്റർ സ്ട്രെങ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വെഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ കൂട്ടി. അപ്പോൾ ഈ ഫിഗറിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഈ ആദ്യത്തെ കുറച്ച് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത്
ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ആംഗിളാണ്. പ്രധാനമായിട്ടും സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, പിന്നെ സൈഡ് റൈറ്റ് ആംഗിൾ, ടോപ്പ് റൈറ്റ് ആംഗിൾ, സൈഡ് ക്ലിയറൻസ്, അതുപോലെ തന്നെ ഫ്രണ്ട് ക്ലിയറൻസ്. ഓക്കെ, എൻഡ് റിലീഫ് ആംഗിൾ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു പീസായിരുന്നു. അതിനെ നമ്മളൊരു ഒബ്ലിക്കായിട്ട് ഒബ്ലിക്കായിട്ടുള്ള ഒരു പ്ലെയിനിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ സർഫസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നൊരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. ഏകദേശം ഈ പ്ലെയിൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി നിർത്താൽ മതി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാണ് ഈ അപ്രോച്ച് ആംഗിൾ അഥവാ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ എഡ്ജിനെ പറയുന്ന പേരാണ് സൈഡ് കട്ടിംഗ് എഡ്ജ്. ഓക്കെ, ദിസ് ഈസ് ഗ്രൗണ്ട് ഓൺ ദ സൈഡ് ഓഫ് ദ കട്ടിംഗ് ടൂൾ. അതായത് കട്ടിംഗ് ടൂളിൻ്റെ സൈഡിലാണ് ഇത് ഗ്രൈൻഡ് ചെയ്യുന്നത്. ദ കട്ടിംഗ് വിൽ ബി ഒബ്ലിക്. ആ കട്ടിംഗ് എന്ന് പറയുന്നത് ഒബ്ലിക് ആയിരിക്കും. ദ ആംഗിൾ ഗ്രൗണ്ട് മേ റേഞ്ച് ഫ്രം 25 to 40. ഈ ആംഗിൾ എന്ന് പറയുന്നത് 25 to 40 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 30 ഡിഗ്രി ആണെന്ന് ഓർക്കുക. ഓക്കെ, ഒബ്ലിക് കട്ടിംഗ് ഹാസ് സർട്ടൻ അഡ്വാൻറ്റേജസ് ഓവർ ആൻഡ് ഓർത്തോഗണൽ കട്ടിംഗ്. ഒബ്ലിക് കട്ടിങ്ങും ഓർത്തോഗണൽ കട്ടിങ്ങും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിളിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ടൂളും അത് അടുത്ത ഫിഗറിലുണ്ട്. ഒബ്ലിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് സർഫസ് ഉണ്ട്, ഇങ്ങനെ സ്ലാൻഡഡ് ആയിട്ടുള്ളൊരു ഇതിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ടൂള് ഇരിക്കുന്നത്. ഈ വർക്ക് സർഫസിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും പെനട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒബ്ലിക് കട്ടിംഗ് ഹാസ് സർട്ടൻ അഡ്വാൻറ്റേജ് ഓവർ ആൻഡ് ഓർത്തോഗണൽ കട്ടിംഗ് ഇൻ വിച്ച് ദ കട്ടിംഗ് എഡ്ജ് സ്ട്രൈറ്റ്. കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിരിക്കും. മോർ ഡെപ്ത് ഓഫ് കട്ട് ഈസ് ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഒബ്ലിക് കട്ടിംഗ് സിൻസ് വെൻ ദ ടൂൾ ഈസ് ഫെഡ് ടു ദ വർക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോർ ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഓർത്തോഗണൽ കട്ടിങ്ങിനെ അപേക്ഷിച്ച് ഒബ്ലിക് കട്ടിംഗ് ആയതുകൊണ്ട്. സിൻസ് വെൻ ദ ടൂൾ ഈസ് ഫെഡ് ടു ദ വർക്ക് ദ കോൺടാക്ട് സർഫസ് ഓഫ് ദ ടൂൾ ഗ്രാജുവലി ഇൻക്രീസസ് ആസ് ദ ടൂൾ അഡ്വാൻസസ്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് സർഫസ് എന്ന് പറയുന്നത് ഗ്രാജുവലി ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ഓർത്തോഗണൽ കട്ടിങ്ങിൽ എന്ന് പറയുന്ന നേരത്ത് ഫസ്റ്റ് തന്നെ ഫുൾ കോൺടാക്റ്റിൽ വരിക ചെയ്യുന്നത്. ദ ലെങ്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ഫോർ ദ ഗിവൺ ഡെപ്ത് ഫുള്ളി കോൺടാക്ട് ദ വർക്ക് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ആദ്യം തന്നെ ഫുള്ളി കോൺടാക്ട് വരികയാണ് ചെയ്യുന്നത്, വിച്ച് ഗീവ്സ് എ സഡൻ മാക്സിമം ലോഡ് ഓൺ ദ ടൂൾ ഫേസ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾ ഫേസിൽ മാക്സിമം ലോഡ് ആദ്യം തന്നെ വരും. ദ ഏരിയ ഓവർ വിച്ച് ഹീറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈസ് മോർ ഇൻ ഒബ്ലിക് കട്ടിംഗ്. ഒബ്ലിക് കട്ടിങ്ങിൽ ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ആ ഓർത്തോഗണൽ കട്ടിങ്ങിൻ്റെയും ഒബ്ലിക് കട്ടിങ്ങിൻ്റെയും ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെന്ന് പറയുന്നത് ഡയറക്റ്റ് ഇങ്ങനെ കോണ്ടാക്റ്റ് വരുന്നു, ഫുൾ കോണ്ടാക്റ്റ് ഫസ്റ്റിൽ തന്നെ വരുന്നു. ഇതെന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും കോണ്ടാക്റ്റ് വരുന്നത് ഒബ്ലിക് കട്ടിങ്ങിൽ. ഇത് 90 ഡിഗ്രി ആണെന്ന് ഓർക്കുക, ഇത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കോണ്ടാക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ അടുത്തത്. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന സർഫസിൽ നിന്ന് നമ്മൾ ഈ പ്ലെയിനിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഈ ട്രയൽ ആംഗിൾ എന്ന് പറയുന്നത്. ട്രയൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ട്രയൽ ആംഗിൾ അല്ലെങ്കിൽ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഈസ് ഗ്രൗണ്ട് ടു 30 ഡിഗ്രി. ഇതും 30 ഡിഗ്രിയാണ്. അതെന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ടൂൾ. ഈ ടൂളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ്. ഓക്കെ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആൻഡ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ വെൻ ഗ്രൗണ്ട് ഫോം എ നോസ് അല്ലെങ്കിൽ വെഡ്ജ് ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഫോർ ദ ടൂൾ. അതായത് നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രയൽ ആംഗിൾ അല്ലെങ്കിൽ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഇത് രണ്ടിൻ്റെയും ഇടക്ക് ഒരു വെഡ്ജ് ആംഗിൾ ഫോം ചെയ്യുന്നു, അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടോപ്പ് ഓർ ബാക്ക് റൈറ്റ് ആംഗിളാണ്. ടോപ്പ് ഓർ ബാക്ക് റൈറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇനി നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പോകുന്ന ഇങ്ങനെ ഒരു പ്ലെയിന്
ഇവിടെ നിന്നായിരിക്കും കട്ട് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കട്ട് ചെയ്ത് കളയുവാണ്. ദ റൈറ്റ് ആംഗിൾ ഗ്രൗണ്ട് ഓൺ ദ ടൂൾ കൺട്രോൾസ് ദ ജിയോമെട്രി ഓഫ് ചിപ്പ് ഫോർമേഷൻ ഫോർ എനി ഗിവൺ മെറ്റീരിയൽ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കട്ടിങ് നടക്കാൻ നേരത്ത് ചിപ്പ് ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫോർമേഷനെ ഇപ്പോൾ നമ്മൾ ചിപ്പ് ഫോം ചെയ്യാൻ നേരത്ത് അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ടൂളിൽ കൂടെ വർക്ക് നടക്കാതെ ഇങ്ങനെ ചിപ്പ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തെറിച്ച് പോകുന്ന കണ്ടിട്ടില്ലേ, അതിന് സഹായിക്കുന്നത് ഈ ടോപ്പ് അല്ലെങ്കിൽ ബാക്ക് റൈറ്റ് ആംഗിളാണ്, അല്ലെങ്കിൽ സൈഡ് റൈറ്റ് ആംഗിളാണ്. 2 റൈറ്റ് ആംഗിളാണ് ഉള്ളത്. ടോപ്പ് റൈറ്റ് ആംഗിൾ ground on a tool controls the geometry of chip formation for any given material. It controls the mechanics of the cutting action of the tool. എന്ന് പറയുന്നത് ടൂളിൻ്റെ കട്ടിങ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. ടോപ്പ് ഓർ ബാക്ക് റൈറ്റ് ആംഗിൾ ഓഫ് ദ ടൂൾ ഇസ് ഗ്രൗണ്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദ ടൂൾ ആൻഡ് ഇറ്റ് ഈസ് എ സ്ലോപ്പ് ഫോംഡ് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ഓഫ് ദ കട്ടിങ് എഡ്ജ് ആൻഡ് ദ ടോപ്പ് ഫേസ്. അപ്പം ഈ ഫ്രണ്ട് ഓഫ് ദ കട്ടിങ് ഫേസ് ഇവിടുന്ന് ഇങ്ങനെ മുറിച്ച് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്ലോപ്പ് ഫോംഡ് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ഓഫ് ദ കട്ടിങ് എഡ്ജ് ആൻഡ് ദ ടോപ്പ് ഫേസ്. ഈ കട്ടിങ് എഡ്ജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ച് കളയാണ് ചെയ്യുന്നത്. ഒരു പീസ് ഇത്രത്തോളം ആഴത്തിൽ ഇങ്ങനെ എടുത്ത് കളയും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് റെസിസ്റ്റീവ് അല്ല, പോസിറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിളാണ്. ഇപ്പം നമ്മൾ ഒരു സ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഫ്രണ്ട് ഫേസിൽ നിന്ന് ബാക്കിലോട്ട്. ഓക്കെ, ഇഫ് ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ഫ്രണ്ട് ടുവേർഡ്സ് ദ ബാക്ക് ഓഫ് ദ ടൂൾ, അതായത് ഈ കാണുന്ന ഫിഗർ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് അതിൻ്റെ സ്ലോപ്പ് വരുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, ഇഫ് ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ഫ്രണ്ട് ടുവേർഡ്സ് ദ ബാക്ക് ഓഫ് ദ ടൂൾ ഇറ്റ് ഈസ് നോൺ ആസ് പോസിറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ വെൻ ടേണിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ് വിച്ച് ഫോം കർലി ചിപ്സ് ആൻഡ് ഗുഡ് സർഫസ് ഫിനിഷ്. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ് മെറ്റീരിയലിനെ ടേൺ ചെയ്യാൻ നേരത്ത് കാർലി ചിപ്സോ ഗുഡ് സർഫസ് ഫിനിഷോ ആയിരിക്കും ഇത് കാരണം ഉണ്ടാകുന്നത്. പക്ഷെ ഒരു ഡ്രോബാക്ക് ഉള്ളത് കട്ടിംഗ് ടൂൾ ലൈഫ് വളരെ കുറവായിരിക്കും, കാരണം ഇത്രയും പൊങ്ങിയിരിക്കുന്നുണ്ട്. അടുത്തത് നെഗറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ ആണ്. ഈ നെഗറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടായിരിക്കും. ഓക്കെ, ഇഫ് ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ബാക്ക് ഓഫ് ദ ടൂൾ ടുവേർഡ്സ് ദ ഫ്രണ്ട് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും സ്ലോപ്പ് വരുന്നത്, അതാണ് നെഗറ്റീവ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇഫ് ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ഫ്രണ്ട് if the slope is from the back of the tool towards the front of the cutting edge, it is known as negative top right angle. When turning the hard brittle metals with the carbide tools, it is usual practice to give a negative top right angle. ഇപ്പോൾ ഒരു ഹാർഡ് ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയലിനെ കാർബൈഡ് ടൂൾ വെച്ച് നമ്മൾ ടേൺ ചെയ്യാൻ നേരത്ത് നെഗറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ ആയിരിക്കും കൊടുക്കുന്നത്. നെഗറ്റീവ് ടോപ്പ് റൈറ്റ് ടൂൾസ് ഹാവ് മോർ സ്ട്രോങ് ദാൻ പോസിറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ ടൂൾസ്. ടൂൾ ലൈഫ് ഈസ് ടു ലോങ്. അപ്പോൾ ഈ നെഗറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ കൂടുതൽ സ്ട്രോങ്ങർ ആണ് പോസിറ്റീവിനെ അപേക്ഷിച്ച്. ടൂൾ ലൈഫ് അതുകൊണ്ട് കൂടുതലായിരിക്കും. ചിപ്പ് ഷുഡ് ബി ബ്രോക്കൺ ആൻഡ് റഫ് സർഫസ് ഫിനിഷ്. മറ്റേത് കർലി ആയിട്ടുള്ള ചിപ്സ് ആയിരുന്നു ഫോം ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടിലായിട്ടുള്ള ബ്രോക്കൺ ആയിട്ടുള്ള ചിപ്പായിരിക്കും ഫോം ചെയ്യുന്നത്. സർഫസ് ഫിനിഷ് കുറവായിരിക്കും. പിന്നെ ഉള്ളത് സീറോ ടോപ്പ് റൈറ്റ് ആംഗിൾ ആണ്. ഇഫ് ദ കട്ടിംഗ് എഡ്ജ് സ്ട്രൈറ്റ് ലൈൻ ഈസ് കോൾഡ് സീറോ ടോപ്പ് റൈറ്റ് ആംഗിൾ. അതായത് ഇപ്പം ബാക്കിൽ നിന്നുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് കട്ടിംഗ് എഡ്ജ് നിൽക്കുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. വെൻ ടേണിങ് സോഫ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽസ്, അതായത് സോഫ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള അലൂമിനിയം, ബ്രാസ്, കോപ്പർ ഇവയൊക്കെ ടേൺ ചെയ്യുന്ന സമയത്ത് സീറോ ടോപ്പ് റൈറ്റ് ആംഗിൾ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്തത് സൈഡ് റൈറ്റ് ആംഗിൾ ആണ്. സൈഡ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള. ഓക്കെ, സൈഡ് റൈറ്റ് ആംഗിൾ ഈസ് ദ സ്ലോപ്പ് ബിറ്റ്വീൻ ദ സൈഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജിൻ്റെ സൈഡും, കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കട്ടിംഗ് എഡ്ജ് ആയിട്ട് വരുന്നത്. ബിറ്റ്വീൻ ദ സൈഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ടു ദ ടോപ്പ് ഫേസ് ഓഫ് ദ ടൂൾ വിഡ്ത്ത് വൈസ്. ഇപ്പോൾ സൈഡ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു സ്ലോപ്പാണ് ബിറ്റ്വീൻ സൈഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ടു ദ ടോപ്പ് ഫേസ് ഓഫ് ദ ടൂൾ വിഡ്ത്ത് വൈസ്. സൈഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജും ടോപ്പ് ഫേസിൻ്റെ ടൂൾ വിഡ്ത്തും ആയിട്ടുള്ള സ്ലോപ്പാണ്. ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ കട്ടിംഗ് എഡ്ജ് ടു ദ റിയർ സൈഡ് ഓഫ് ദ ടൂൾ. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജിൽ നിന്നും ടൂളിൻ്റെ റിയർ സൈഡിലേക്കാണ്. സ്ലോപ്പ് ഈസ് ഫ്രം ദ കട്ടിംഗ് എഡ്ജ് ടു ദ റിയർ സൈഡ് ഓഫ് ദ ടൂൾ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഓർത്ത് വെക്കുക. 0 to 20 ഡിഗ്രിയാണ് അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ ടു ബി മെഷീൻഡ്.
ഏത് മെറ്റീരിയലാണ് മെഷീൻ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ സൈഡ് റേക്ക് ആംഗിൾ എല്ലാം മാറും. ടോപ്പ് ആൻഡ് സൈഡ് റേക്സ് ഗ്രൗണ്ട് ഓൺ എ ടൂൾ കൺട്രോൾ ദ ചിപ്പ് ഫ്ലോ. അപ്പം ഈ റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ചിപ്പ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ട്രൂ റേക്ക് ആംഗിൾ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ചിപ്പ് ദാറ്റ് ഷിയേഴ്സ് ഫ്രം ദ വർക്ക് പ്രോസസ്. അതായത് നമ്മൾ കട്ടിംഗ് പ്രോസസ്സ് നടക്കാൻ നേരത്തെ അവിടെ ചിപ്പ് ഫോം ചെയ്യും. അതെന്ന് പറയുന്നത് ഈ സൈഡ് റേക്ക് ആംഗിളിൻ്റെയും ടോപ്പ് ബാക്ക് റേക്ക് ആംഗിളിൻ്റെയും സഹായത്തോടെയാണ് അവിടെ നിന്ന് ഷിയർ ചെയ്ത് പോകുന്നത്. അടുത്തെന്ന് പറയുന്നത് ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിളാണ്. ഈ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ ഒരു പെൻസിലിൻ്റെയും ബ്ലേഡിൻ്റെയും കേസ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ക്ലിയറൻസ് ആംഗിൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ടിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൂൾ അതിലോട്ട് കയറണം. അതിനൊരു ക്ലിയറൻസ് ആവശ്യമായിട്ടുണ്ട്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിളാണ്. ഓക്കെ, this angle is the slope between the front of the cutting edge to a line perpendicular to the axis of the tool drawn downwards. ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട് കട്ടിംഗ് എഡ്ജ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ലൈൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നു. അതിനിടയ്ക്കുള്ള സ്ലോപ്പാണ്. ഓക്കെ, ഇത് അതുപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ക്വസ്റ്റ്യൻ വരുന്നത് ആ രീതിയിലായിരിക്കും. സ്ലോപ്പ് ബിറ്റ്വീൻ ഫ്രണ്ട് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ടു എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ടൂൾ drawn downwards. Okay, the slope is from the top to the bottom of the tool. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് മോളിൽ നിന്ന് താഴോട്ടായിരിക്കും. ഓക്കെ, ആൻഡ് പെർമിറ്റ്സ് ഓൺലി കട്ടിംഗ് എഡ്ജ് ടു കോണ്ടാക്ട് ദ വർക്ക് ആൻഡ് അവോയ്ഡ് എനി റബ്ബിംഗ് ആക്ഷൻ. ഇപ്പോൾ നമ്മളെ കട്ടിംഗ് എഡ്ജ് വർക്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു റബ്ബിംഗ് ആക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിയറൻസ് ആംഗിൾ കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ ക്ലിയറൻസ് ഗ്രൗണ്ട് ഈസ് മോർ ഇറ്റ് വിൽ വീക്കൻ ദ കട്ടിംഗ് എഡ്ജ്. അപ്പോൾ നമ്മൾ ഈ ക്ലിയറൻസ് ആംഗിൾ കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് കൂടുതലായി കഴിഞ്ഞാൽ ആ കട്ടിംഗ് എഡ്ജിനെ വീക്കൻ ചെയ്യും. നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ബേസിക്കായിട്ട് ആ പെൻസിൽ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ചെത്തുന്നതിൻ്റെ കേസ് പറഞ്ഞത് ഇതായിരുന്നു. ഓക്കെ, കട്ടിംഗ് എഡ്ജ് വീക്കനായി പോകും ക്ലിയറൻസ് ആംഗിൾ നമ്മൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ. അടുത്തെന്ന് പറയുന്നത് സൈഡ് ക്ലിയറൻസ് ആംഗിളാണ്. സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ആണ് സൈഡ് ക്ലിയറൻസ് ആംഗിൾ. ഈസ് ദ സ്ലോപ്പ് ഫോംഡ് ബിറ്റ്വീൻ ദ സൈഡ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ വിത്ത് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഡ്രോൺ ഡൗൺവേർഡ്സ് അറ്റ് ദ സൈഡ് ഓഫ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ. അതായത് നേരത്തെ എന്ന് പറയുന്നത് ഫ്രണ്ട് കട്ടിംഗ് എഡ്ജിൻ്റെ ആയിരുന്നു, ഫ്രണ്ട് ഓഫ് ദ കട്ടിംഗ് എഡ്ജിൻ്റെ ആയിരുന്നു. ഇവിടെ ഈ സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് സ്ലോപ്പ് ഫോം ചെയ്തിരിക്കുന്നത് സൈഡ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ വിത്ത് ലൈൻ പെർപെൻഡിക്കുലർ ടു ടൂൾ ആക്സിസ് ഡ്രോൺ ഡൗൺവേർഡ്സ് അറ്റ് ദ സൈഡ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ. ഇപ്പോൾ രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സൈഡ് കട്ടിംഗ് എഡ്ജ് ടു ദ ബോട്ടം ഫേസ്. നേരത്തെ പോലെ തന്നെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടം ഫേസിലേക്കാണ്. ദിസ് ഈസ് ഓൾസോ ഗ്രൗണ്ട് ടു പ്രിവെൻറ്റ് ദ ടൂൾ ഫ്രം റബ്ബിംഗ് വിത്ത് ദ വർക്ക്. അപ്പോൾ ഈ ക്ലിയറൻസ് ആംഗിൾ കൊടുത്തിരിക്കുന്നത് ഈ റബ്ബിംഗ് ഒഴിവാക്കാനായിട്ടാണ്. ആൻഡ് അലോസ് ഓൺലി ദ കട്ടിംഗ് എഡ്ജ് ടു കോണ്ടാക്ട് ദ വർക്ക് ഡ്യൂറിങ് ടേണിംഗ്. ഇതെന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജ് കോണ്ടാക്ട് വരുന്ന രീതിയിലാക്കും. ദ സൈഡ് ക്ലിയറൻസ് ആംഗിൾ നീഡ്സ് ടു ബി ഇൻക്രീസ്ഡ് വെൻ ദ ഫീഡ് റേറ്റ് ഈസ് ഇൻക്രീസ്ഡ്. ഈ സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാം നമുക്ക് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. വെൻ ഗ്രൈൻഡിങ് ദ റൈറ്റ് ആൻഡ് ക്ലിയറൻസ് ആംഗിൾസ് ഇറ്റ് ഈസ് ബെറ്റർ ടു റെഫർ ടു സ്റ്റാൻഡേർഡ് ചാർട്ട് പ്രൊവൈഡഡ് വിത്ത് ദ റെക്കമെൻഡഡ് വാല്യൂസ്. അപ്പോൾ ഇതിനൊരു ചാർട്ടുണ്ട്. ആ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്ലിയറൻസ് ആംഗിളും റൈറ്റ് ആംഗിളും ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഹവർ ആക്ച്വൽ ഓപ്പറേഷൻ വിൽ ഇൻഡിക്കേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ ടൂൾ ആൻഡ് ഇഫ് എനി മോഡിഫിക്കേഷൻ ഈസ് നീഡഡ് ഫോർ ദ ആംഗിൾസ് ഗ്രൗണ്ട് ഓൺ ദ ടൂൾ. അടുത്തെന്ന് പറയുന്നത് സൈഡ് റിലീഫ് ആംഗിളാണ്. അതെന്ന് പറയുന്നത് നമ്മളൊരു കട്ടിംഗ് ടൂള് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്ലിയറൻസ് രണ്ട് സൈഡിലും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറി കട്ടിംഗ് ആക്ഷൻ നടക്കത്തില്ല. ദിസ് ആംഗിൾ ഈസ് ഗ്രൗണ്ട് ഓൺ ദ പാർട്ടിംഗ് ആൻഡ് അണ്ടർ കട്ടിംഗ് ടൂൾസ് ഓൺ ബോത്ത് സൈഡ്സ്. നമുക്കൊരു പാർട്ടിംഗ് എന്ന് വെച്ചാൽ രണ്ട് പീസ് ആക്കണം ഒരു മെറ്റൽ, അല്ലെങ്കിൽ ഒരു അണ്ടർ കട്ടിങ് നടത്തണം. അതായത് ഇടയ്ക്കൊരു പോർഷൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇങ്ങനെ ഇരുന്ന പീസിൽ നിന്ന് ഇതേപോലെ ഒരു അണ്ടർ കട്ടിങ് കൊടുക്കണം. ഓക്കെ, പാർട്ടിങ് ആൻഡ് അണ്ടർ കട്ടിങ് ടൂൾസ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ടൂളിൻ്റെ രണ്ട് സൈഡിലും കൊടുക്കും. ദിസ് വിൽ പ്രൊവൈഡ് ദ വിഡ്ത്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് സ്ലൈറ്റ്ലി ബ്രോഡർ ദാൻ ദ ബാക്ക് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ കട്ടിംഗ് എഡ്ജിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ ബ്രോഡർ ആയിരിക്കും. അതായത് ഫ്രണ്ടിൽ കാണുന്ന ഇതെന്ന് പറയുന്നത് ബ്രോഡർ ആയിരിക്കും. ഓക്കെ, ദിസ് പെർമിറ്റ്സ് ക്ലിയറൻസ് ബിറ്റ്വീൻ ദ സൈഡ് ഓഫ് ദ ടൂൾ ആൻഡ് ദ ഗ്രൂവ് വാൾസ് ഫോംഡ് ബൈ പ്ലഞ്ചിങ് ആക്ഷൻ ഓഫ് ദ ടൂൾ, thereby preventing the tool from getting jammed in the groove and causing breakage. അപ്പോൾ ഇത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലഞ്ചിങ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത്
ഇത് ഈ ടൂൾ എന്ന് പറയുന്നത് അതിൽ ജാമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ റിലീഫ് ആംഗിൾ കൊടുക്കുന്നത്. ദ റിലീഫ് ഈസ് കെപ്റ്റ് ആസ് മിനിമം ആസ് പോസിബിൾ. ഈ റിലീഫ് എന്ന് പറയുന്നത് നമ്മൾ മിനിമം ആയിരിക്കും കൊടുക്കുന്നത്. ടു മച്ച് ഓഫ് റിലീഫ് വിൽ വീക്കൻ ദ ടൂൾ കട്ടിംഗ് എഡ്ജ്. നേരത്തെ ക്ലിയറൻസ് ആംഗിൾ പറഞ്ഞ പോലെ തന്നെ കട്ടിംഗ് എഡ്ജ് വീക്കനാകാൻ കാരണമാവും. ആൻഡ് ഓൾസോ പെർമിറ്റ് ദ ചിപ്സ് ടു ക്ലോഗ് ഇൻ ദ ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ മറ്റേ ചിപ്സ് ഉണ്ടല്ലോ അത് ക്ലോഗ് ചെയ്യാൻ കാരണമാവും. കോസിംഗ് ദ ടൂൾ ഇൻ ബോത്ത് കേസസ് ടു ബ്രേക്ക്. സൈഡ് റിലീഫ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് സംടൈംസ് ടു ദ മെയിൻ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ഫേസിംഗ് ടൂൾസ്, പെർമിറ്റിംഗ് ഓൺലി ദ cutting point performing the operation when the tool axis is set to perpendicular to the lathe axis. Side relief angle normally does not exceed 2 degree. ഇതിൻ്റെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സൈഡ് റിലീഫ് ആംഗിളിൻ്റെ വാല്യൂ 2 ഡിഗ്രിയിൽ കൂടാൻ പാടില്ല. ഓക്കെ. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൈക്ക് ക്ലിയറൻസ് ആൻഡ് വെഡ്ജ് ആംഗിൾസ്. ഇപ്പോൾ റൈക്ക് ആംഗിൾ, ക്ലിയറൻസ് ആംഗിൾ, വെഡ്ജ് ആംഗിൾ. വെഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഓക്കെ. ആ ക്ലോസ് റിലേഷൻഷിപ്പ് ഫോർ എഫിഷ്യൻസി ഇൻ കട്ടിംഗ്. അപ്പോൾ അതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഈ ആൽഫ എന്ന് പറയുന്നത് റൈക്ക് ആംഗിളാണ്. ബീറ്റ എന്ന് പറയുന്നത്, ഗാമ എന്ന് പറയുന്നത് ക്ലിയറൻസ് ആംഗിൾ. ഫിഗർ അത്ര ക്ലിയർ അല്ല. ഓക്കെ. വെഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റ. എക്സസീവ് റൈക്ക് ആംഗിൾ റെഡ്യൂസ് ദ വെഡ്ജ് ആംഗിൾ. ഇപ്പോൾ എക്സസീവ് റൈക്ക് ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ വെഡ്ജ് ആംഗിൾ കുറയും. വിച്ച് ഹെൽപ്സ് ഇൻ ഗുഡ് പെനട്രേഷൻ ആൻഡ് ഈസ് പാർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റൽസ്. അപ്പോൾ സോഫ്റ്റ് മെറ്റൽസ് കട്ട് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എ ഡിക്രീസ്ഡ് വെഡ്ജ് ആംഗിൾ വീക്കൻസ് ടൂൾ സ്ട്രെങ്ത്. അപ്പോൾ വെഡ്ജ് ആംഗിൾ വീക്കൻ ആയി കഴിഞ്ഞാൽ ടൂൾ സ്ട്രെങ്ത് കുറയും. ഫോർ കട്ടിംഗ് ഹാർഡ് മെറ്റൽസ് റൈക്ക് ആംഗിൾ ഇസ് 0 ഓർ നെഗറ്റീവ് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ഹാർഡ് മെറ്റൽസ് കട്ട് ചെയ്യാനായിട്ട് 0 അല്ലെങ്കിൽ നെഗറ്റീവ് റൈക്ക് ആംഗിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയറൻസ് ആംഗിൾ ഈസ് ജനറലി ഫിക്സ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ജിയോമെട്രി ഓഫ് ദ സർഫസ് ബീയിങ് കട്ട്. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് കട്ടിംഗ് ടൂളിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷൻ പറയാം. അത് സിംഗിൾ പോയിൻറ്റും മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളും ഉണ്ട്. അതുകൂടാതെ ഫോം ടൂളും ഉണ്ട്. ഓക്കെ. കട്ടിംഗ് ടൂൾസ് ആർ ക്ലാസിഫൈഡ് ആസ് സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ്. അതായത് ഒരു കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കും. മൾട്ടി പോയിൻ്റ് എന്ന് പറയുന്നത് മൾട്ടി പോയിൻറ്റ്, നമ്മളെ മില്ലിംഗ് കട്ടർ, ഡ്രില്ല്, അതൊക്കെ നമുക്ക് മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളായിട്ട് പറയാം. റീമർ. ഓക്കെ. പിന്നെ ബ്രോച്ച്, അതൊക്കെ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾസിന് ഉദാഹരണമാണ്. സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കട്ടിംഗ് എഡ്ജേ കാണത്തുള്ളൂ, വിച്ച് പെർഫോംസ് ദ കട്ടിംഗ് ആക്ഷൻ. കട്ടിംഗ് ആക്ഷൻ നടത്തുന്നത് ആ ഒരൊറ്റ കട്ടിംഗ് എഡ്ജ് കൊണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ലെയ്ത്ത് കട്ടിംഗ് ടൂൾസ് ആർ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ്. അപ്പോൾ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ് ആണ് നമ്മൾ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്നത്. അത് മോസ്റ്റ് ഓഫ് ദ കേസിലും HSS ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ് ആർ യൂസ്ഡ് ഓൺ ലെയ്ത്ത് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു സൈഡ് കട്ടിംഗ് ടൂൾസ്, എൻഡ് കട്ടിംഗ് ടൂൾസ്. ഇപ്പോൾ സൈഡ് കട്ടിംഗ് ടൂൾസും ഉണ്ട്, എൻഡ് കട്ടിംഗ് ടൂൾസും ഉണ്ട്. ഓക്കെ. ആ സൈഡ് കട്ടിംഗ് edge tools have their cutting edges formed on the side of the cutting tool and are used on lathes for most of the operation. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്തിരിക്കുന്നത് സൈഡിലായിരിക്കും. അതായിരിക്കും ലെയ്ത്തിൽ മോസ്റ്റ് ഓഫ് ദ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ദേ ആർ അഗെയിൻ ക്ലാസിഫൈഡ് ആസ് റൈറ്റ് ഹാൻഡ് ടൂൾസ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ടൂൾസ്. പിന്നെയും ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് ടൂൾസ് എന്നും ലെഫ്റ്റ് ഹാൻഡ് ടൂൾസ് എന്നും. എ റൈറ്റ് ഹാൻഡ് ടൂൾ ഓപ്പറേറ്റ്സ് ഫ്രം ദ ടെയിൽ സ്റ്റോക്ക് എൻഡ് ടുവേർഡ്സ് ഹെഡ് സ്റ്റോക്ക്. അതായത് ടെയിൽ സ്റ്റോക്ക് എൻഡിൽ നിന്ന് ഹെഡ് സ്റ്റോക്ക് എൻഡിലേക്കായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് എ ലെഫ്റ്റ് ഹാൻഡ് ടൂൾ ഓപ്പറേറ്റ്സ് ഫ്രം ദ ഹെഡ് സ്റ്റോക്ക് എൻഡ് ടുവേർഡ്സ് ദ ടെയിൽ സ്റ്റോക്ക്. ഹെഡ് സ്റ്റോക്ക് എൻഡിൽ നിന്ന് ടെയിൽ സ്റ്റോക്ക് എൻഡിലേക്കായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സൈഡ് കട്ടിംഗ് ടൂളും എൻഡ് കട്ടിംഗ് ടൂളും കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ. ഇതിൻ്റെ ഇവിടെയാണ് കട്ടിംഗ് ആക്ഷൻ വരുന്നത്. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളിൻ്റെ ടൂളിൻ്റെ സൈഡിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ടൂളും റൈറ്റ് ഹാൻഡ് ടൂളും ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ആ ലെഫ്റ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്ക് എൻഡിൽ നിന്ന് ടെയിൽ സ്റ്റോക്ക് എൻഡിലേക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റേത് തിരിച്ചാണ്. എൻഡ് കട്ടിംഗ് ടൂൾസ് എന്ന് പറഞ്ഞത് എൻ്റെ കട്ടിംഗ് എഡ്ജ് വരുന്നത് ഫ്രണ്ട് എൻഡ് ഓഫ് ദ ടൂളിലായിരിക്കും. അതായത് നേരത്തെ ഫിഗറിൽ കാണിച്ചതുപോലെ ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ. ടൂൾ ആൻഡ് യൂസ്ഡ് ഓൺ ലെയ്ത്ത് ഫോർ പ്ലഞ്ച് കട്ട് ഓപ്പറേഷൻ. അതായത് പ്ലഞ്ച് കട്ട് ഓപ്പറേഷൻസിനൊക്കെ വേണ്ടി ഒരു അണ്ടർ കട്ട് കൊടുക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും പർപ്പസിനൊക്കെ ആയിട്ടായിരിക്കും എൻഡ് കട്ടിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ് ഉണ്ട്. ദീസ് ടൂൾസ് ഹാവ് മോർ ദാൻ 1 കട്ടിംഗ് എഡ്ജ്. ഒന്നിലധികം കട്ടിംഗ് എഡ്ജുള്ള ടൂൾസിനെയാണ് മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ റിമൂവ് മെറ്റൽ ഫ്രം ദ വർക്ക് സൈമൾട്ടേനിയസ്ലി ബൈ ദ ആക്ഷൻ ഓഫ് ഓൾ ദ കട്ടിംഗ് എഡ്ജസ്. എല്ലാ കട്ടിംഗ് എഡ്ജസിൻ്റെ ആക്ഷൻ മൂലം ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് മെറ്റൽ റിമൂവ് ചെയ്യുന്നു. ദ ആപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ് ഓൺ ദ ലെയ്ത്ത് ഈസ് മോസ്റ്റ്ലി ഡൺ ബൈ ഹോൾഡിംഗ് ദ ടൂൾ ഇൻ ദ ടെയിൽ സ്റ്റോക്ക് ആൻഡ് ഫീഡിംഗ് ഇറ്റ് ടു ദ വർക്ക്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾസ് ഓൺ ദ ലെയ്ത്ത് ഈസ് മോസ്റ്റ്ലി ഡൺ ബൈ ഹോൾഡിംഗ് ദ ടൂൾ ഇൻ ദ ടെയിൽ സ്റ്റോക്ക് ആൻഡ് ഫീഡിംഗ് ഇറ്റ് ടു ദ വർക്ക്. അതായത് നമ്മൾ ഡ്രിൽ ബിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞു. ഡ്രിൽ ബിറ്റ്, റീമർ,
അതുപോലെയുള്ള ടൂൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, അടുത്തത് ഫോം ടൂൾസ്. ഫോം ടൂൾസ് എന്ന് പറയുന്നത് ദീസ് ടൂൾസ് റീപ്രൊഡ്യൂസ് ഓൺ ദ വർക്ക് ദ ഫോം ആൻഡ് ഷേപ്പ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ടു വിച്ച് ദേ ആർ ഗ്രൗണ്ട്. ഫോം ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാളിങ് ടൂള് ഫോം ടൂളാണ്. ഇപ്പോൾ ഒരു ഗ്രിപ്പ് നമുക്ക് അവിടെ കൊടുക്കണം. അപ്പം ആ ഗ്രിപ്പ് ആ ഷേപ്പ് അതിൽ ആ വർക്കിലുണ്ടാക്കും. ദ ഫോം ടൂൾസ് പെർഫോം ദ ഓപ്പറേഷൻസ് ഓൺ ദ വർക്ക് ബൈ എ പ്ലഞ്ചിങ് ആക്ഷൻ. ഒരു പ്ലഞ്ചിങ് ആക്ഷൻ വഴി ആയിരിക്കും നടത്തുന്നത്. ആൻഡ് ആർ ഫിക്സ്ഡ് ഓൺ ദ ടൂൾ പോസ്റ്റ് സ്ക്വയർ ടു ദ ആക്സിസ് ഓഫ് ദ വർക്ക് ആൻഡ് ഫെഡ് ബൈ എ ക്രോസ് സ്ലൈഡ്. അതെന്ന് പറയുന്നത് ടൂൾ പോസ്റ്റിൽ ഫിക്സ് ചെയ്യും, എന്നിട്ട് ക്രോസ് സ്ലൈഡ് വെച്ചിട്ട് അതിന് മൂവ് ചെയ്യും. ദേ മേ ഹാവ് ദെയർ കട്ടിംഗ് എഡ്ജസ് ഫോംഡ് ഓൺ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ സെക്ഷൻ. ഇതിൻ്റെ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് സ്ക്വയറോ റെക്ടാങ്കുലർ സെക്ഷനിലായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്. ടൂൾ ബ്ലാങ്ക്സ് ആക്ടിങ് റേഡിയലി, എന്നിട്ടത് റേഡിയലി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദ ഫോം ടൂൾസ് മേ ബി സർക്കുലർ ഫോം ടൂൾസ് ആൻഡ് ടാൻജൻഷ്യൽ ഫോം ടൂൾസ്. ഈ ഫോം ടൂൾസ് എന്ന് പറയുന്നത് സർക്കുലറും ആയിരിക്കാം, അതായത് ഇപ്പം നമ്മൾ നേളിംഗ് ടൂൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, ഒരു സർക്കുലർ റോളർ ആയിരിക്കാം, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോം ടൂൾസ് ആയിരിക്കാം. ഒരു കർവ് ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോൺകേവ് ഇത് ഫോം ചെയ്യണം, ഒരു ബോൾ ഫോം ചെയ്യണം. അപ്പോൾ അതേപോലെയുള്ള ഓരോ ഷേപ്പിലായിരിക്കും ഈ ഫോം ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദേ മേ റിക്വയർ സ്പെഷ്യൽ ഹോൾഡേഴ്സ് ടു വിച്ച് ദേ ക്യാൻ ബി ഫിക്സ്ഡ്. ഇതിന് സ്പെഷ്യൽ ഹോൾഡേഴ്സ് ആവശ്യമാണ്. ഓക്കെ, ആൻഡ് ദ ഹോൾഡേഴ്സ് ആർ ക്ലാംഡ് ഓൺ ദ ടൂൾ പോസ്റ്റ് ഫോർ ഓപ്പറേഷൻ. ആ എന്ന് പറയുന്നത് ടൂൾ പോസ്റ്റിൽ ഹോൾഡ് ചെയ്തിരിക്കും. പിന്നെ ലെയ്ത്തിലെ കട്ടിംഗ് ടൂൾസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇപ്പോൾ ടൂൾസിനെ നമ്മൾ ആദ്യം പറഞ്ഞു, സോളിഡ് ടൈപ്പ് ടൂൾസ് ഉണ്ട്, ബ്രേസ്ഡ് ടൈപ്പ് ഉണ്ട്, ഇൻസെർട്ടഡ് ബിറ്റ്സ് വിത്ത് ഹോൾഡേഴ്സ് ഉണ്ട്, ത്രോ അവേ ടൈപ്പ് ടൂൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പം സോളിഡ് ബിറ്റ്സ് ഓഫ് സ്ക്വയർ, റെക്ടാങ്കുലർ ആൻഡ് റൗണ്ട് ക്രോസ് സെക്ഷൻ. ഇപ്പം നമുക്ക് സോളിഡ് ടൈപ്പ് ടൂൾസ് എന്ന് പറഞ്ഞാൽ സ്ക്വയറോ റെക്ടാങ്കുലറോ റൗണ്ട് ക്രോസ് സെക്ഷനോ ആയിരിക്കാം. മോസ്റ്റ് ഓഫ് ദ ലെയ്ത്ത് കട്ടിംഗ് ടൂൾസ് ആർ സോളിഡ് ടൈപ്പ്. ഇപ്പം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് ആയിരിക്കും, അതായത് സോളിഡ് ആയിട്ടുള്ള ഹൈ സ്പീഡ് സ്റ്റീൽ ആയിരിക്കും നമ്മൾ ലെയ്ത്തിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് ഹൈ സ്പീഡ് ടൂൾസ് ആർ യൂസ്ഡ്. ദ ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ടൂൾ ഡിപ്പെൻഡ് അപ്പോൺ ദ കപ്പാസിറ്റി ഓഫ് ദ മെഷീൻ. ആ ടൂളിൻ്റെ ലെങ്തും ക്രോസ് സെക്ഷൻ എന്നൊക്കെ പറയുന്നത് ആ മെഷീൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദ ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഓപ്പറേഷൻ. ആ ടൂൾ പോസ്റ്റിൻ്റെ ടൈപ്പ്, ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഓപ്പറേഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻസേർട്ടഡ് ബിറ്റ്സ് വിത്ത് ഹോൾഡേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ടൂൾ ഹോൾഡർ കാണും, അതിലൊരു ബിറ്റായിട്ടായിരിക്കും നമ്മുടെ ടൂൾ ഉണ്ടാകുക. അതൊരു നെറ്റ് വെച്ചിട്ട് ഒരു ബോൾട്ട് വെച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. സോളിഡ് ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾസ് ആർ കോസ്റ്റ്ലി, ഹെൻസ് ദേ ആർ സംടൈംസ് യൂസ്ഡ് ആസ് ഇൻസെർട്ടഡ് ബിറ്റ്സ്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സോളിഡ് ആയിട്ടുള്ള ഹൈ സ്പീഡ് സ്റ്റീലിനെക്കാട്ടി നല്ലത് ഇപ്പോൾ ആ ഫംഗ്ഷൻ ചെയ്യുന്ന ഏരിയയിൽ മാത്രം നമുക്ക് ടൂൾ മതി. അപ്പോൾ അത്രയും കോസ്റ്റ് കുറഞ്ഞു കിട്ടും. ദീസ് ബിറ്റ്സ് ആർ സ്മോൾ ഇൻ സൈസ് ആൻഡ് ഇൻസെർട്ടഡ് ഇൻ ദ ഹോൾസ് ആൻഡ് ഷേപ്ഡ് അക്കോർഡിംഗ് ടു ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബിറ്റ് ടു ബി ഇൻസെർട്ടഡ്. ഈ ടൂൾ ഹോൾഡറിൽ ഇപ്പം ബിറ്റിൻ്റെ സൈസിൽ തന്നെ നമ്മളൊരു ഹോൾ ഉണ്ടാക്കി അതിൽ ഇൻസെർട്ട് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ദീസ് ഹോൾഡേഴ്സ് ആർ ഹെൽഡ് ആൻഡ് ക്ലാംഡ് ഇൻ ദ ടൂൾ പോസ്റ്റ് ടു ക്യാരി ഔട്ട് ദ ഓപ്പറേഷൻ. ഈ ടൂൾ ഹോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ ടൂൾ പോസ്റ്റിൽ വെച്ചിട്ട് അവിടെ വെച്ച് ക്ലാമ്പ് ചെയ്തിട്ടായിരിക്കും ഓപ്പറേഷൻ നടത്തുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡിറ്റി എന്ന് പറയുന്നത് പൂർ ആയിരിക്കും ഈ ടൂൾസിന്. ഓക്കെ, ആ സ്ലോട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനും അതിനുള്ളതൊക്കെ ചാൻസ് ഉണ്ട്. അടുത്തത് ബ്രേസ്ഡ് ടൂൾസ് ആണ്. ദീസ് ടൂൾസ് ആർ മെയ്ഡ് ഓഫ് 2 ഡിഫറെൻറ്റ് മെറ്റൽസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് മെറ്റൽസിലായിരിക്കും ഈ ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ കട്ടിംഗ് പോർഷൻ ഓഫ് ദീസ് ടൂൾസ് ആർ ഗുഡ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. അപ്പോൾ ആ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് കട്ടിംഗ് പോർഷനിൽ ആ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബോഡി ഓഫ് ദ ടൂൾ എന്ന് പറയുന്നത് കട്ടിംഗ് എബിലിറ്റി ഒന്നും ഉണ്ടാകണമെന്നില്ല. ഈ കാണുന്നതാണ് ഈ ബ്രേസ്ഡ് ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഇവിടെ ബ്രേസ് ചെയ്ത് വെച്ചിരിക്കും. എന്ന് പറയുന്നത് സാധാ ഒരു സ്റ്റീലായിരിക്കും, അതിന് കട്ടിംഗ് എബിലിറ്റി ഒന്നും കാണണമെന്നില്ല. ഓക്കെ, എബിലിറ്റി ആൻഡ് ടങ്സ്റ്റൻ കാർബൈഡ് ടൂൾസ് ആർ മോസ്റ്റ്ലി ദ ബ്രേസ്ഡ് ടൈപ്പ്. ഇപ്പോൾ ടങ്സ്റ്റൻ കാർബൈഡ് ടൂൾസ് ഒക്കെ നമുക്ക് ബ്രേസ്ഡ് ടൈപ്പ് ആയിട്ടാണ് കൂടുതലും കാണപ്പെടുന്നത്. ടങ്സ്റ്റൻ കാർബൈഡ് ബിറ്റ്സ് ഓഫ് സ്ക്വയർ, റെക്ടാങ്കുലർ, ട്രയാങ്കുലർ ഷേപ്പ് വിത്ത് പ്രൊപ്പോർഷനേറ്റ്ലി ലെസ് തിക്നെസ് ആർ ബ്രേസ്ഡ് ടു ദ ടിപ്സ് ഓഫ് ദ ഷാങ്ക് മെറ്റൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടങ്സ്റ്റൻ കാർബൈഡ് ബിറ്റ്സ് സ്ക്വയറോ റെക്ടാങ്കുലറോ ട്രയാങ്കുലർ ഷേപ്പിൽ നമുക്ക് കിട്ടും, എന്നിട്ട് ആ ഷാങ്ക് മെറ്റലിൽ ബ്രേസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. Okay, the tips of the shank metal pieces have machined top surface according to the shape of the bit to accommodate the carbide tips. Okay, ഈ ഷാങ്കിൻ്റെ ഈ പോർഷൻ, ഈ ടോപ്പ് ഫേസ് എന്ന് പറയുന്നത് മെഷീൻ ചെയ്ത് വെച്ചിരിക്കും, കാരണം അവിടെയാണല്ലോ നമുക്ക് ഈ ടിപ്പ് ബ്രേസ് ചെയ്ത് വെക്കാനുള്ളത്. These tools are economical and give better rigidity to the tools than the inserted bits clamped in the tool holders. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ ഇൻസെർട്ടഡ് ബിറ്റിനെക്കാളിലും എന്തുവാ റിജിഡിറ്റി ഉണ്ട്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ഹൈ സ്പീഡ് സ്റ്റീൽ ബ്രേസ്ഡ് ടൂൾസ് ഓൾസോ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ത്രോ അവേ ടൈപ്പ് ടൂൾസ് ആണ്. അതായത് യൂസ് ചെയ്തതിന് ശേഷം
എടുത്ത് കളയാൻ പറ്റുന്ന ടൈപ്പ്. കാർബൈഡ് ബ്രേസ്ഡ് ടൂൾസ് വെൻ ബ്ലൻഡ് ഓർ ബ്രോക്കൺ നീഡ് ഗ്രൈൻഡിങ് വിച്ച് ഇസ് ടൈം അബ്സോർബിങ് ആൻഡ് എക്സ്പെൻസീവ്. ഇപ്പോൾ നമ്മൾ കാർബൈഡ് ബ്രേസ്ഡ് ടൂൾസ് യൂസ് ചെയ്യുന്നു, അതായത് അതിൻ്റെ കട്ടിങ് എഡ്ജ് ബ്ലെൻഡ് ആകെ ബ്രോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, അത് എക്സ്പെൻസീവ് ആണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്തെടുക്കുമെന്ന് വെച്ചാൽ യൂസ്ലെസ് ത്രോ അവേ ഇൻസെർട്ട് ഇൻ മാസ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ മാസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹെൻസ് ദേ ആർ യൂസ്ഡ് ആസ് എ ത്രോ അവേ ഇൻസെർട്ട്സ് ഇൻ മാസ് പ്രൊഡക്ഷൻ. ത്രോ അവേ ഇൻസെർട്ട് നമ്മൾ മാസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യും. സ്പെഷ്യൽ ടൂൾ ഹോൾഡേഴ്സ് ആർ നീഡഡ് ആൻഡ് കാർബൈഡ് ബിറ്റ്സ് ഓഫ് റെക്ടാങ്കുലർ, സ്ക്വയർ, ട്രയാങ്കുലർ ഷേപ്പ്. അതായത് കാർബൈഡ് ഇൻസെർട്ട് എന്ന് പറയുന്നത് റെക്ടാങ്കുലറോ സ്ക്വയറോ ട്രയാങ്കുലർ ഷേപ്പിൽ കാണും. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ത്രോ അവേ ടൈപ്പ് ടൂൾസ് മാസ് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്ന് ചോദിക്കും. അത് ത്രോ അവേ ടൈപ്പ് ടൂൾസ് ആണ്. ഓക്കെ. Machined in this type of special holders. The seating phase are machined such that the rake and clearance needed for the cutting bits are automatically achieved when the bits are clamped. As these tools are to be operated at very high cutting speeds, capacity of the machine must be high and rigidity of the machine must be good as well. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് റേക്കും ക്ലിയറൻസും ഒക്കെ നമുക്ക് ഫേസിൽ കറക്റ്റായിട്ട് മെഷീൻ ചെയ്തിരിക്കണം. അവിടെ ആയിരിക്കും നമ്മൾ ആ ബിറ്റ്സ് ക്ലാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹൈ കട്ടിങ് സ്പീഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ദ മെഷീൻ മസ്റ്റ് ഓൾസോ ബി ഹൈ. ആ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ആ മെഷീനെ നമ്മളിത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിന്ന് നോക്കാനുള്ളത്.